ഹലോ മൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു CKR വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ക്യാമറ വാങ്ങിയിട്ടുണ്ട്. DJI Action 4 ആണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് സാംസങ് AKGക്കകത്തുള്ള മൈക്കും കാര്യം കണക്ട് ചെയ്തിട്ടുള്ളൊരു എന്താ പറയുക വീഡിയോ എടുക്കണം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ മലയാളീസ് ഇതുവരെ ആരും ഈ ഒരു വീഡിയോ ചെയ്തിട്ടില്ല, ഈ ഒരു സാധനം കണക്ട് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് വീഡിയോ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു മൈൻഡിലാണ് ഇപ്പോൾ ഞാനൊരു ക്യാമറ എന്താക്കി ക്യാമറമേൽ ഇപ്പോൾ ആ ഒരു സാധനം ഞാൻ കണക്ട് ആക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുകയാണെങ്കിൽ എന്താക്കുക, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൾഡ് സെറ്റ് ചെയ്തേക്കുക. നമ്മൾ ഇങ്ങനത്തെ എന്താ പറയുക കുറച്ച് വീഡിയോസ് കാര്യമൊക്കെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ പ്ലാനും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും കാര്യമൊക്കെ വേണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഒരുപാട് പേർക്കൊരു ഡൗട്ടാണ് നമ്മളെ ഈ സാംസങ് AKG മൈക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ C2 ഡയറക്റ്റ് ആണ് വെച്ച് കഴിഞ്ഞാൽ ഈ മൈക്രോഫോൺ ഞാൻ കറക്റ്റ് ഹെഡ്സെറ്റാണല്ലോ സാംസങ്ങിൻ്റെ AKG. ആ സാധനം ഡയറക്റ്റ് ഇതിലേക്ക് കൊടുത്തിട്ട് ഇതിൻ്റെ ബാലൻസ് വരുന്ന വയറുണ്ടല്ലോ, അത് ഞാൻ ജസ്റ്റ് ഈ ഹെൽമെറ്റിനകത്തുണ്ടല്ലോ കാണിച്ചു തരാം. അതാ ഹെൽമെറ്റിനകത്ത് ഉള്ളിൽ കാണാൻ പറ്റുമോ അറിയില്ല. ആ ഹെൽമെറ്റിനകത്ത് എന്താക്കിയ ബാലൻസ് ആക്കിയിട്ട് ഞാൻ റബ്ബർ ഇട്ട് വെച്ചേക്കുകയാണ്. ഇതിങ്ങനെ വെച്ചാൽ തന്നെ മതി, സേഫായിട്ട് നിൽക്കും. പക്ഷേ എൻ്റെ ഹെൽമെറ്റിൽ ഓൾറെഡി മറ്റേ ഈ സാധനം ഉണ്ടല്ലോ, എന്താ പറയുക ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റ് ഇതിനകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ മൈക്ക് ഇതിനകത്തോട്ട് കണക്റ്റ് ആക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ കണക്റ്റ് ആക്കാൻ പറ്റിയ കാര്യം പറഞ്ഞുതരാം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനലി ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള ഒരു ഫൈനൽ ലുക്കാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഞാൻ ബാക്കി ഞാൻ ഇതിനകത്ത് വീഡിയോ എടുത്തിട്ട് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും കാര്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സത്യം പറയാൻ എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, എനിക്കൊരു ക്യാമറ മേടിക്കണം ഇങ്ങനെ ഈ ആക്ഷൻ ക്യാമറ. അപ്പോൾ ഞാൻ എന്താ സത്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ക്യാമറ മേടിച്ച്, അങ്ങനെ ഒരു ക്യാമറ മേടിച്ചതിന് ശേഷം GoPro Hero 7 മേടിച്ചത് 1 ഇയർ മുന്നേ മേടിച്ചത്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്യാമറയും വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വയനാട് പോയി വന്നപ്പോഴത്തേന് അതിൻ്റെ ലെൻസ് പോയി, ഓട്ടോമാറ്റിക് ലെൻസ് പോയി. അപ്പോൾ ഞാനത് മേടിച്ച ആളെടുത്ത് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തു. ആളോട് പറഞ്ഞു ഇങ്ങനെ ലെൻസ് പോയി. അപ്പോൾ ആൾ പറഞ്ഞത് ഓട്ടോമാറ്റിക് പോകുന്നതാണ്, ഇത് വേണമെങ്കിൽ ഷോപ്പിലൊക്കെ വിളിച്ച് നോക്കി. അത് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ടോ അല്ലെങ്കിൽ ഒന്നും ഞാൻ ചെയ്തിട്ടൊന്നുമില്ല, ഓട്ടോമാറ്റിക് പോയപ്പോൾ അങ്ങനെ പറഞ്ഞ ആൾ. അപ്പോൾ അതിന് ശേഷം പറഞ്ഞാൽ അത് ക്ലിയർ ചെയ്യാൻ എനിക്ക് നല്ല ടൈം എടുത്തു. കാരണം കേരളത്തിൽ എവിടെയും ഈ സാധനത്തിൻ്റെ സർവീസ് ഇല്ല. അപ്പോൾ ഞാൻ കുറേ ഭാഗത്ത് അതിൻ്റെ എന്താ പറയുക സർവീസ് എൻക്വയറി ചെയ്ത് നോക്കി. നമ്മളെ കേരളത്തിൽ എവിടെയും GoPro സർവീസ് ഇല്ല അന്ന്. അങ്ങനെ ഞാനത് ബാംഗ്ലൂർ പോയി ശരിയാക്കി. അപ്പോൾ ശരിയാക്കിയപ്പോൾ അവിടുന്ന് കൊണ്ടുവരുമ്പോൾ വലിയ സീനൊന്നും ഇല്ല. പക്ഷേ വീണ്ടും ഞാൻ നാട്ടിലെത്തിയപ്പോൾ അതിന് ചെറിയ ബ്ലറും കാര്യം വീണ്ടും വരിക. അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞ് ലെൻസ് ചേഞ്ച് ചെയ്തതല്ല, പിന്നെന്താ ഇങ്ങനെ ഒരു ഇഷ്യൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ആൾ പറഞ്ഞു ഇന്ന് അങ്ങോട്ട് റിട്ടേൺ അയച്ചോ കൊറിയർ അയച്ചോ. ഞാൻ അന്ന് ഡയറക്റ്റ് പോയിട്ടാണ് ചെയ്തത്. അപ്പോൾ ആളറിയും എന്താ പറയുക കൊറിയർ വഴി അയച്ചോ. ഞാൻ എന്താക്കാം ക്ലിയർ ചെയ്തിട്ട് ഞാൻ അയക്കാം, ചെറിയൊരു ലെൻസ് ഇട്ടതിൻ്റെ കംപ്ലൈൻ്റ് ആവും, ശരിയാക്കാന്നൊക്കെ പറഞ്ഞാണ്ട് അയച്ച്. അങ്ങനെ ഞാൻ റിട്ടേൺ അയച്ച് പിന്നെ വീണ്ടും സാധനം എത്തി. 1 വീക്ക് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കയ്യിലെത്തി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ 1080p 60 മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അതന്നെ ചിലപ്പോൾ എടുക്കണതിൻ്റെ ഇടയിൽ എന്താണെന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം വീഡിയോ ഓഫായി പോവാം. മീൻസ് വീഡിയോ ഓഫായി പോകില്ല, ക്യാമറ സ്റ്റെക്കാവും. ക്യാമറ സ്റ്റെക്കാൻ പറഞ്ഞാൽ അത് ഓഫാവും, വീഡിയോ ചിലപ്പോൾ റെക്കോർഡിങ് അവിടെ നിൽക്കും. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസും കാര്യമൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഏതായാലും ഒരു പുതിയൊരു ക്യാമറ മേടിക്കുക. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയും കാര്യം നൽകുന്ന ഒരു ക്യാമറ. കുറേ വീഡിയോസും കാര്യമൊക്കെ യൂട്യൂബിൽ റിവ്യൂ അതേമാതിരി യൂസേഴ്സിനകത്തൊക്കെ ചോദിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ DJI Action 4 ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മെയിൻലി ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിലോട്ട് കണക്ട് ചെയ്യണ മൈക്കാണ്. അത് ഒരുപാട് പേർക്ക് ഇപ്പോഴും എന്താ പറയുക ഡൗട്ടാണ്. ഇതിനകത്തേക്ക് എന്താ പറയുക GoProനെ പോലെ 3500 4500 കൊടുത്തിട്ട് എന്താ പറയുക ഇതിനകത്തോട്ട് ഇതിനൊരു അഡാപ്റ്റർ ഉണ്ട്. ആ അഡാപ്റ്റർ ഒന്നും പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു സംഭവം മാത്രം ജസ്റ്റ് വെച്ചാൽ തന്നെ നൈസായിട്ട് നിങ്ങൾക്ക് എന്താക്കുക വീഡിയോ ചെയ്യാൻ പറ്റും. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ GoProനെക്കാട്ടിയും നൈസാണെന്ന് ഒരുപാട് പേര് പറഞ്ഞത് മാത്രമല്ല, ഉപയോഗിക്കണവരടുത്ത് ചോദിച്ച് ഞാൻ യൂട്യൂബിൽ റിവ്യൂവും കാര്യമൊക്കെ ഞാൻ കണ്ട്. അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സാധനം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാംസങ് AKGയുടെ എയർഫോണാണ്. മീൻസ് ഹെഡ്സെറ്റ് ഉണ്ടല്ലോ, വയേർഡ് മൈക്ക് ഹെഡ്സെറ്റ്. ആ സംഭവം വെച്ചിട്ട് നമുക്കിത് മൈക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഈ ഓഡിയോ ക്വാളിറ്റിയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയുടെ എന്താക്കുകയാണ് സത്യം പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും വേണം. അപ്പോൾ വീഡിയോ എടുക്കണത് നിങ്ങൾക്ക് എന്താക്കണം ഈ വീഡിയോയോട് അറിയാൻ പറ്റും. പിന്നെ പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പോകുന്നത് നോർമൽ സ്പീഡിലാണ്, ഒരു 50 to 60 40 ആ ലെവൽക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു ഓവർ സ്പീഡിൽ പോയിട്ടുള്ള ഒരു എന്താ പറയുക മൈക്കിൻ്റെ സൗണ്ടും കൂടി നമുക്ക് ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ
അപ്പോൾ അതാ ഗൈസ് നമ്മൾ ഫൈനലി NH കയറാൻ പോവാണ്. അപ്പോൾ വൈസർ ഓപ്പൺ ആക്കിയിട്ടുള്ള സംസാരമായിട്ട് ഞാൻ സംസാരിക്കാൻ പോണേ. വൈസർ ഓപ്പൺ ആണ്. ഇതാ സ്പീഡ് ഇപ്പോൾ ഏകദേശം 60, 80. ഇപ്പം 80-ലാട്ടോ പോണേ. 80-ൽ പോകുമ്പോൾ ബുള്ളറ്റാണ് ഈ ഒരു സ്പീഡിൽ പോകാൻ പറ്റുള്ളൂ. 80-ൽ പോയിട്ടുള്ളൊരു സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ജസ്റ്റ് ഞാൻ ഇപ്പം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാൻ വൈസർ താത്തിയിട്ടുണ്ട് ആ സ്പീഡ് പോകുമ്പോൾ തന്നെ. അപ്പോൾ വൈസർ താത്തിയിട്ടുള്ളൊരു സൗണ്ടാണ് ഇപ്പോൾ കേൾക്കണേ. ഇനി ഞാൻ വൈസർ ഒന്നുകൂടെ പൊക്കാം. വൈസർ പൊക്കിയിട്ടുള്ള ശബ്ദമാണ് കേട്ടോ ഇപ്പോൾ കേൾക്കണേ. അപ്പോൾ അതാ എന്തായാലും വേണ്ടില്ല, വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ അതിൻ്റെ ഔട്ട് റിവ്യൂ എന്താ പാട് മൈക്ക് എന്നൊക്കെ. അപ്പോൾ ഗൈസ് ഞങ്ങളോട് പറയും റിവ്യൂ ഒന്നും പറയാൻ അറിയുന്ന ആളൊന്നുമല്ല. പക്ഷെ ഞാൻ പറയാം, ഈ ഒരു ക്യാമറ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ണും പൂട്ടിയെടുത്തോളി, ഒരു പേടിയും പേടിക്കണ്ട, ഒന്നും ഉണ്ടാക്കണ്ട. അതുപോലെ ഈ ഒരു മൈക്ക് എടുക്കുകയാണെങ്കിൽ അതും നിങ്ങൾ കണ്ണും പൂട്ടിയെടുത്തോളി. ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഞാനൊരു ഗ്യാരണ്ടി തരാം. കാരണം ഇത് പക്കാ ക്വാളിറ്റി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്താവും അത് എങ്ങനെ ഉണ്ട് എന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. സംഭവം നൈസൊക്കെ തന്നെയാണ്, സാധനം നൈസായിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ പറഞ്ഞാൽ സ്പീഡ് പോകുമ്പോഴും നമുക്ക് ആ ഒരു സൗണ്ട് ക്വാളിറ്റി അത് അതേപോലെ നമുക്ക് നൽകുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. അപ്പോൾ ഗൈസ് സത്യം പറഞ്ഞാൽ വീഡിയോ ഒന്നും ഇത്രേ ഉള്ളൂ. ഞാനൊരു ക്യാമറ എടുത്ത് ഇറങ്ങി കുറച്ച് വീഡിയോസ് എടുക്കുക, അതേമാതിരി ഒരു സൗണ്ടും ടെസ്റ്റ് ചെയ്തിട്ട് എടുത്തതാണ്. അത് ഞാൻ വെറുതെ വലിച്ച് നീട്ടുന്നില്ല വീഡിയോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ആദ്യം പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. അപ്പോൾ ശരി, നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.